യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. വിശ്വനാഥന് ഭ്രാന്ത, തലാസിന് ഭ്രാന്ത്. എന്നെ തൊട്ടോർന്നു തരും. കേട്ടില്ലേ ആ സന്യാസി പറഞ്ഞിട്ട് പോയേ, ഇനി എന്റെ അമ്മയ്ക്ക് മറ്റൊരു ജന്മം ഉണ്ടാവില്ലെന്ന്. അമ്മ ഇനി ജനിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെ ആ വയറ്റിൽ മകനായിട്ട് പറക്കും? പോയില്ലേ, എല്ലാം പോയില്ലേ? എന്നെ വിട്ടിട്ട് പോയില്ലേ അമ്മ? അമ്മേ, അമ്മേ, ഒരു വാക്ക് പോലും പറയാതെ ഒന്ന് നോക്കി കാണാൻ പോലും അനുവദിക്കാം. എന്നെ വിട്ടിട്ട് പോയില്ലേ എന്റെ അമ്മ? അമ്മേ, 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 അയ്യോ, എന്തിനാ അമ്മ എന്നെ വിട്ടിട്ട് പോയേ? ഇതിനു വേണ്ടി എന്ത് ക്രൂരതയാ ഞാൻ അമ്മയോട് ചെയ്ത്? അയ്യോ, ജലസമാധി നടന്നേ, ജലസമാധി. ഞാനതെങ്ങനെ സഹിക്കേണ്ട ഈശ്വര? ഏതോ നാട്ടില് ആരോരും അറിയാതെ ഒരു പിടി മറ്റു വായിക്കരിയിടാൻ പോലും സമ്മതിക്കാതെ, അയ്യോ, എങ്ങോട്ടാ എന്റെ അമ്മ നിങ്ങൾ? ഇടാ, നമ്മുടെ അമ്മ എങ്ങോട്ടാ പോയേ? അയ്യോ, അയ്യോ, അമ്മേ, എന്തിനമ്മ എന്നോട് ഈ ചതി ചെയ്തേ? അയ്യോ, എനിക്ക് പോണോടാ, എനിക്ക് എന്റെ അമ്മ. പതിയെ നോവുന്നു. എന്നാലും എന്റെ ചെക്ക, ഇത് വല്ലാത്തൊരു വീഴ്ചയായി പോയി. നോക്കി നടക്കണോന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞാലും നീ എന്താ ചെക്ക കേക്കാത്തെ? അത് സുനീഷ് ഏട്ടന്റെ ആത്മാർത്ഥത കൂടുതലുകൊണ്ട് പറ്റുന്നത് അപ്പച്ചി. ഇതുവരെ വിപ്ലവ നാടകം എഴുത്തുമായിരുന്നല്ലോ, ഇപ്പൊ ഭക്തി തലയ്ക്ക് പിടിച്ചപ്പോ അത് തന്നെ ശരണം. ഇനി കാവടിയെടുത്ത് ചിന്നപ്പളനി പോയി വരാതെ സുനീഷ് ഏട്ടന് കണ്ണു കാണില്ല. നീ നോക്കി നിക്കാതെ ആ മുറിവെണ്ണ എടുത്തിട്ട് വാ മോളെ. വേണ്ട അപ്പച്ചി, ആദരെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ എടുത്തോണ്ട് വരാം. എവിടെ വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞാ മതി. വേണ്ട, ഞാൻ എടുത്തോളാം. നീ എവിടെ വീണെന്നാ പറഞ്ഞത്? അത് പിന്നെ അവിടെ ടൗണില്. നീ എന്തിനാ ടൗണിൽ പോയത്? ഈ കോളനിയിലും പരിസരത്തും ഭിക്ഷ എടുത്താ തന്നെ 100 വീട് തികയില്ലേ? എനിക്ക് കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാനുണ്ടായിരുന്നമ്മേ. എന്നിട്ട് സാധനങ്ങൾ എവിടെ? അത് പിന്നെ വീണപ്പോ അവിടെ പോയി. ഇതിലെന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോടാ ചെക്ക. നീ നേര് പറ, എന്താ ശരിക്കും സംഭവിച്ചേ? ഒന്നുമില്ലമ്മേ, കാവടിയെടുത്ത് എനിക്ക് അത്രയ്ക്ക് പരിചയമില്ലല്ലോ. വെയില് കൊണ്ടപ്പോ അറിയാതെ തലചുറ്റി വീണതാ. ഇനി എന്റെ മോൻ ഉച്ച സമയത്തൊന്നും ഭിക്ഷ എടുക്കാൻ പോണ്ട. കാലത്തും വൈകിട്ടും മാത്രം ഇറങ്ങിയാ മതി. ആ, ഒരു കാര്യം ചെയ്യാം, നേരം കിട്ടുമ്പോ ഇനി ഞാൻ കൂടെ വരാം.
മോളെ നീ അവന്റെ കയ്യിലും കാലിലൊക്കെ ഒന്ന് പുരട്ടി കൊടുക്ക്. ഇങ്ങതാ ഞാൻ പറട്ടാ. ഏയ് അതൊക്കെ അവള് ചെയ്തോളും. മോള് വാ പോവാം. വാ മോളെ, അടുക്കളയിൽ ഒരു കൂട്ടം പണി കിടക്കുക. വാ. എവിടെയാ വേദന? ഏയ് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അതിരിക്കുട്ടി. ചെറിയ വേദന ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പോ മാറി. എന്നാലും ഇത് പുരട്ടാം. എന്നിട്ട് ചൂടുവെള്ളത്തിൽ കുളിച്ചാ ആശ്വാസം കിട്ടും. അതും കൊണ്ടുവാ, ഞാൻ പുരട്ടോ. എന്താ ഞാൻ പുരട്ടി തരുന്ന സുനീഷേട്ടന് ഇഷ്ടമല്ലേ? അയ്യോ അതല്ല, ആതിരക്കുട്ടിക്ക് ഇതൊന്നും പരിചയമില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഇങ്ങനെയൊക്കെയല്ലേ പരിചയപ്പെടുന്നത്. സുനീഷേട്ടാ കയ്യങ്ങ് നീട്ടിക്കേ. അതിരക്കുട്ടി പതിയെ. വയ്യെങ്കിൽ 2-3 ദിവസം വിശ്രമിച്ചിട്ട് അവിടെയും കൊണ്ട് പോയാ മതി. അതൊന്നും ശരിയാവില്ല അതിരക്കുട്ടി. മുടക്കം വന്ന ഫലസിദ്ധി കുറയും. ഫലവും ഫലസിദ്ധിയൊക്കെ നമ്മുടെ മനസ്സിന്റെ തോന്നലുകളല്ലേ സുനീഷേട്ടാ. ആദ്യം നമുക്ക് വേണ്ടത് ആരോഗ്യമല്ലേ? ഒന്ന് കുളിച്ചു കഴിയുമ്പോ എല്ലാം മാറുമെന്ന് ആതിരക്കുട്ടി തന്നെയല്ലേ പറഞ്ഞേ. ആതിരക്കുട്ടി പറഞ്ഞ എനിക്ക് വിശ്വാസം. മതി ആതിരക്കുട്ടി, ഇപ്പോ നല്ല ആശ്വാസമുണ്ട്. ഇങ്ങനെയാണോ മുറിവെണ്ണ പുരട്ടുന്നത്? ഈ കൊച്ചിനൊന്നും അറിയില്ല. മാറ്, ഞാൻ പുരട്ടി കൊടുക്കാം. ഞാൻ പുരട്ടി കഴിഞ്ഞു. എന്നിട്ടൊന്നും കാണാനില്ലല്ലോ. ആ നീ ഇവിടെ വന്ന് നിക്കാണോ? നിന്നോട് ആ ചക്കക്കുരു ഒന്ന് ചുരണ്ടി തരാൻ പറഞ്ഞതല്ലേ. വാ. ചക്കക്കുരു ചിരണ്ടാനൊന്നും എനിക്ക് അറിയത്തില്ല അപ്പച്ചി. ഞാൻ പഠിപ്പിച്ചു തരാം, നീ വാ. ഇങ്ങനെയൊക്കെയല്ലേ കൊച്ചെ ഓരോന്ന് പഠിക്കുന്നേ. വാ. ആതിരക്കുട്ടി ഇതൊന്നും കാര്യാക്കണ്ട. ശ്രീലത പണ്ടേ ഇങ്ങനെ എന്നോടുള്ള സ്നേഹ കൂടുതലുണ്ട്. ചുമ്മാ അതിതും പറയും. ഈ സ്നേഹ കൂടുതല് സുനീഷേട്ടന് തിരിച്ച് അങ്ങോട്ടും ഉണ്ടോ? അതെന്താ ആതിരക്കുട്ടി അങ്ങനെ ചോദിച്ചേ? ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നതല്ലേ, പിന്നെ സ്നേഹമില്ലാതിരിക്കൂ? മുറപ്പെണ്ണല്ലേ. പോരാത്തതിന് സുനീഷേട്ട അവളെ കെട്ടാനിരുന്നതുമല്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. കെട്ടായിരുന്നല്ലേ ഉള്ളൂ, കെട്ടിയില്ലല്ലോ. എല്ലാവരോടും എനിക്ക് സ്നേഹമാ. പക്ഷേ ഈ ഭൂമിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ആതിരക്കുട്ടിയാ. അതും പറഞ്ഞാണല്ലോ അമ്മ എന്നെ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചാ സുനീഷേട്ടൻ സത്യം പറയോ? എന്താ ആതിരക്കുട്ടി? സുനീഷേട്ടൻ എങ്ങനെയായി പരിക്ക് പറ്റിയത്? അത് ഞാൻ പറഞ്ഞല്ലോ, കാല് തെറ്റി വീണതാ. തല ചുറ്റി വീണതാണെന്നല്ലേ നേരത്തെ പറഞ്ഞത്? ആ അതെ, തല ചുറ്റിയപ്പോ കാല് തെറ്റി വീണു. ആതിരക്കുട്ടി പോയി ചൂടുകൾ എടുത്തിട്ട് വന്നേ. കുളിക്കുമ്പോൾ എൻ്റെ എല്ലാ അസുഖം മാറും. കഴിയുമെങ്കിൽ നാളെ തന്നെ കാവടി ഭിക്ഷയ്ക്ക് വീണ്ടും ഇറങ്ങണം.